വളരെ ന്യായമായിട്ടുള്ള ഒരു സമരമാണ് ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതായത് നഴ്സുമാരുടെ അവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിൽ ഏറെ പരിതാപകരമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നഴ്സുമാർ പലരും എടുത്തിട്ടുള്ള ബാങ്ക് ലോൺ പോലും തിരിച്ചടയ്ക്കാൻ പറ്റാതെ അവർ ഡിഫോൾട്ടേഴ്സ് ആയിട്ട് കിടക്കുന്ന സാഹചര്യങ്ങളുണ്ട്. സ്വകാര്യ ഹോസ്പിറ്റലുകളും നഴ്സുമാരെ ചൂഷണം ചെയ്യുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. ഈ യുണൈറ്റഡ് നഴ്സിംഗ് അസോസിയേഷൻ രൂപീകരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഗവൺമെൻറ് എന്ന് പറയുന്നത് UDF ഗവൺമെൻറ്റാണ്. അന്ന് ഈ സംഘടനയെ ഏത് തരത്തിൽ നശിപ്പിക്കണം എന്ന് ചിന്തിച്ചിരുന്ന ആളുകളാണ് ഈ UDF നേതാക്കന്മാരെന്ന് പറയുന്നത്. നഴ്സുമാർ വളരെ കൃത്യതയോടുകൂടി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ ചില ആളുകൾ രാഷ്ട്രീയ ചൂഷണത്തിനായി ഉപയോഗപ്പെടുത്തും. അതായത് AAPയുടെ വിനോദ് മാത്യു ഉണ്ടാവും, പിന്നെ ഒരു പ്രമുഖ ഓൺലൈൻ മീഡിയയുടെ തലവനുണ്ടാവും. ഇവരൊക്കെ രംഗത്ത് വരും. നോക്കിയോ, ഇതൊക്കെ എന്ന് വെച്ചാൽ സർക്കാരിനെതിരുള്ളൊരു ഗൂഢാലോചനയാണ്. നമസ്കാരം. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ കംപ്ലീറ്റ് ആയിട്ട് സ്തംഭിപ്പിക്കുന്ന തരത്തിലാണ് നമ്മുടെ സ്വകാര്യ മേഖലയിലെ നഴ്സുമാരുടെ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആവശ്യം വളരെ ന്യായമാണ്. നമ്മൾ മാലാഖമാരെന്നൊക്കെ വിളിക്കുമെങ്കിലും വളരെ പരിമിതമായ അല്ലെങ്കിൽ മോശമായ ജീവിത നിലവാരത്തിലാണ് തങ്ങളെന്ന് അവർ തുറന്നു പറയണം മാധ്യമങ്ങൾക്ക് മുന്നിൽ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു ചൂഷണം കൺമുന്നിൽ നടന്നിട്ടും ഇതിനൊരു അറുതി വരാത്തത്? അല്ലെങ്കിൽ ആരാണ് ഇപ്പോൾ ആശുപത്രി മാനേജ്മെൻറ്റുകൾക്ക് ഒരു ധൈര്യം, ഞങ്ങളിതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും, ഇവരെ ഞങ്ങൾക്ക് ചൂഷണം ചെയ്യാം, അത്രയും മോശമായൊരു ജീവിത സാഹചര്യമാണ് തങ്ങളെന്ന് അവർ പറയുന്നു. അപ്പം ആരാണ് ഇതിലൊരു മാറ്റം വരുത്തേണ്ടത്? എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്? അതായത് നഴ്സുമാരുടെ അവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിൽ ഏറെ പരിതാപകരമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതായത് നഴ്സുമാർ പലരും എടുത്തിട്ടുള്ള ബാങ്ക് ലോൺ പോലും തിരിച്ചടയ്ക്കാൻ പറ്റാതെ അവർ ഡിഫോൾട്ടേഴ്സ് ആയിട്ട് കിടക്കുന്ന സാഹചര്യങ്ങളുണ്ട്. കേരളത്തിലെ പല ഹോസ്പിറ്റലുകളും സ്വകാര്യ ഹോസ്പിറ്റലുകളും നഴ്സുമാരെ ചൂഷണം ചെയ്യുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. ഇതിനൊക്കെ ഒരു പരിധി വരെയുള്ള ഒരു പരിഹാരം ഉണ്ടായത് യുണൈറ്റഡ് നഴ്സിംഗ് അസോസിയേഷൻ എന്ന UN എന്ന് പറയുന്ന സംഘടന ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ശക്തമായതോടുകൂടിയിട്ടാണ്. എങ്കിൽ തന്നെയും ഇതിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UNAയുമായിട്ട് ചില കരാറുകളൊക്കെ പല ഹോസ്പിറ്റലുകളും ഒപ്പിടുകയും അതിനനുസരിച്ച് ശമ്പളം നൽകിക്കൊള്ളാം എന്നൊക്കെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പല ഹോസ്പിറ്റലുകളും ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ നഴ്സുമാരുടെ അക്കൗണ്ടിലേക്ക് പണം നൽകിയതിന് ശേഷം അതിൻ്റെ അകത്തുനിന്ന് പഴയ സാലറി അവർക്ക് നൽകുകയും കൂടുതലായിട്ട് നൽകിയിട്ടുള്ള സാലറി ക്യാഷ് ആയിട്ട് തിരിച്ചു മേടിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. വളരെ ന്യായമായിട്ടുള്ള ഒരു സമരമാണ് ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇതുകൂടെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കാർ മേഖലയിലെ ആരോഗ്യ രംഗത്തെ പരിപൂർണമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് സ്വകാര്യ മേഖല നടത്തുന്ന നീക്കമുണ്ട്. ഈ സ്വകാര്യ മേഖല നടത്തുന്ന നീക്കത്തെ പരിപൂർണമായിട്ടും പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDF ആണ്. ഈ യുണൈറ്റഡ് നഴ്സിംഗ് അസോസിയേഷൻ രൂപീകരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഗവൺമെൻറ് എന്ന് പറയുന്നത് UDF ഗവൺമെൻറ്റാണ്. അന്ന് ഈ സംഘടനയെ ഏത് തരത്തിൽ നശിപ്പിക്കണം എന്ന് ചിന്തിച്ചിരുന്ന ആളുകളാണ് ഈ UDF നേതാക്കന്മാരെന്ന് പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ഈ സമരം നടക്കുന്ന സമയത്ത് ചില സോഷ്യൽ മീഡിയ മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ചില ആളുകൾക്കും അതോടൊപ്പം തന്നെ AAP പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, AAP പലപ്പോഴും നമ്മൾ ദേശീയ തലത്തിലൊക്കെ വലിയ രീതിയിൽ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിട്ട് കുറേ അരാഷ്ട്രീയവാദികളായിട്ടുള്ള ആളുകളാണ് ഈ AAPയുടെ തലപ്പത്തിരിക്കുന്നത്. അങ്ങനെ അരാഷ്ട്രീയവാദികളായിട്ടുള്ള കുറേ ആളുകളും കൂടി ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ സമ്പൂർണമായ പിന്തുണ ഈ ഒരു സമരത്തിനുണ്ട്. ഈ സമരത്തിനുള്ള സമയത്ത് പ്രതിപക്ഷ നേതാവ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം UDF സംവിധാനത്തിന് ഏറ്റവും കൂടുതലായിട്ട് ഫണ്ടിങ് നടത്താൻ വേണ്ടി പോകുന്നത് സ്വകാര്യ മേഖലയിലുള്ള ഈ ആശുപത്രികളാണ്. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ബ്ലാക്ക് സ്റ്റോണും KKRും പോലെയുള്ള വലിയ മൾട്ടിനാഷണൽ കമ്പനികളാണ്, അതായത് $1 ട്രില്യൺ ഒക്കെ ആസ്തിയുള്ള കമ്പനികളാണ് ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് ഇതേ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ കുറച്ച് മുമ്പുള്ള വീഡിയോ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ ഒരു സമരം അത് വളരെ ന്യായമായ ഒരു സമരമാണ് എന്ന് ഞാൻ സമ്മതിക്കുമ്പോഴും നഴ്സുമാർ വളരെ കൃത്യതയോടുകൂടി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ ചില ആളുകൾ രാഷ്ട്രീയ ചൂഷണത്തിനായി ഉപയോഗപ്പെടുത്തുന്നു. ഇതിനു മുമ്പ് നിങ്ങൾ സർക്കാരിൻ്റെ അടുക്കൽ ഒരു സൂചനാ സമരം നടത്തിയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നമ്മൾ പത്രമാധ്യമങ്ങളിലൊന്നും കണ്ടിട്ടില്ല.
എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പും കണ്ടതൊരു സൂചനാ സമരം നടത്തിയിരുന്നു. പക്ഷേ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു സമര പരിപാടികളോ കാര്യങ്ങളോ ഒന്നും ഇതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം UN നടത്തിയിട്ടുണ്ട്. ഈ ഒരു ആവശ്യവുമായി വിട്ട് ബന്ധപ്പെട്ട് അതായത് 40,000 രൂപ തങ്ങളുടെ അടിസ്ഥാന ശമ്പളം ആക്കണം എന്ന രീതിയിൽ ഇപ്പൊ നമ്മൾ വാർത്താമാധ്യമങ്ങളിൽ കണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളും പറയുന്നത് മറ്റേ ഹോട്ടലിൽ നിൽക്കുന്ന വെയിറ്റർക്ക് കിട്ടുന്ന വെയിറ്റർ ജോലി മോശമായിട്ടല്ല ഞാൻ പറയുന്നത്, അവിടെ ഒരു വെയിറ്റർക്ക് പോലും 1,500 രൂപയോളം ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷെ തങ്ങൾക്ക് കിട്ടുന്നത് അതിലും കുറച്ചാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഞാൻ ഈ ചർച്ചയുടെ ആദ്യം തന്നെ പറഞ്ഞത് ഒരു കാര്യമാണ്. അതായത് ഇവരുടെ പല ആളുകളുടെയും ലോണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവർക്ക് മറ്റ് പല വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ പോലും തടസ്സമായിട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ട്. അപ്പൊ ഈ അവസ്ഥയെ നമുക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അപ്പൊ ഈ സമരം വളരെ ന്യായമായിട്ടുള്ള സമരമാണ്. ഈ സമരം അനിശ്ചിത കാലമായിട്ട് നീട്ടിക്കൊണ്ട് പോകും എന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. കാരണം ഇവരുടെ ആവശ്യം അംഗീകരിക്കുന്നത് വരെ സമരം തുടരും എന്ന രീതിയിലാണ് ഇതിന്റെ നേതാക്കന്മാർ ഇന്ന് പത്രമാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുള്ളത്. സർജറികൾ പോലും മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അല്ല, സർജറികൾ മുടങ്ങുമെന്ന ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ അവരെ സംബന്ധിച്ച് അങ്ങനെ അല്ല എന്ന് വിചാരിച്ച് ഹോസ്പിറ്റലുകളുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടൊന്നും ഇല്ലാതാകത്തൊന്നുമില്ല. കാരണം അവിടെ ഒരു സമരം നടക്കുന്ന സമയത്തും ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കും. പക്ഷേ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒന്നും പോയി സമരത്തിൽ പങ്കെടുക്കുന്നില്ല. കേരളത്തിലെ സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന മുഴുവൻ ആളുകളുമല്ല അവിടെ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളൂ. കുറച്ച് ആളുകൾ സമരത്തിൽ പങ്കെടുക്കുന്നു. പക്ഷെ ആ സമരം ന്യായമായിട്ടുള്ള സമരമാണ്. അപ്പൊ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ. കാരണം ഈ ഹോസ്പിറ്റലുകളെ സംബന്ധിച്ചിട്ട് ഈ ഹോസ്പിറ്റലുകളുടെ മാനേജ്മെന്റ് ആരാണ്? ഈ സ്വകാര്യ ഹോസ്പിറ്റലുകളുടെ മേലെ സർക്കാരുകൾക്ക് എന്ത് നിയന്ത്രണമാണുള്ളത്? എന്ത് നിയന്ത്രണമാണ്? ഒരു നിയന്ത്രണവുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, ഈ UDF പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന സ്വകാര്യ മാനേജ്മെന്റ് ആശുപത്രികളുണ്ട്. അവരുടെ ഫണ്ടിങ് സോഴ്സ് എന്ന് പറയുന്നതും അവർ തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ KKR-ഉം ബ്ലാക്ക് സ്റ്റോണും പോലുള്ള കമ്പനികളിൽ നിന്നാണ് UDF ഇപ്രാവശ്യം ഫണ്ട് ഒഴുകാൻ വേണ്ടി പോകുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് UDF പലപ്പോഴും ഈ മെഡിക്കൽ കോളേജിലൊക്കെ എന്തെങ്കിലും ചികിത്സാ പിഴവുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിശക്തമായ സമരങ്ങൾ ഉണ്ടാകുന്നത്. വെറും 46 പരാതികൾ മാത്രമാണ് മെഡിക്കൽ കോളേജിനെതിരെ ഉയർന്നിട്ടുള്ളതെങ്കിൽ സ്വകാര്യ ആശുപത്രികളെ കുറിച്ച് 600ഓളം പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഈ അടുത്ത ദിവസം നമ്മളുടെ ഇവിടെ തൊട്ടടുത്തുള്ള കിൻഡർ ഹോസ്പിറ്റലിൽ 8 ദിവസം പ്രായമായ ഒരു കുഞ്ഞ് മരിച്ചിരുന്നു. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ശക്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ വാർത്തകൾ ചെയ്തിരുന്നതാണ്. അതുകൂടാണ്ട് തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ, ആ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥൻ ഒരു കോൺഗ്രസ്സുകാരനാണ്. കേരള പ്രവാസി കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞ് ചികിത്സാ പിഴവ് മൂലം മരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വകാര്യ മേഖലയിലെ ഹോസ്പിറ്റലുകളിൽ കൃത്യമായിട്ട് നഴ്സുമാർക്ക് സാലറികൾ നൽകാനായിട്ട് UDF തീരുമാനിച്ചാൽ നടക്കും. സർക്കാർ നിർദ്ദേശിച്ചാലും നടക്കത്തില്ല. പക്ഷെ UDF തീരുമാനിച്ചാൽ നടക്കും. കാരണം UDF-നാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഹോസ്പിറ്റൽ സംവിധാനമാണ്, സ്വകാര്യ ഹോസ്പിറ്റൽ സംവിധാനമാണ് ഇന്ന് കേരളത്തിലുള്ളത്. നമ്മളിത് പറയുമ്പോൾ ഇത് വിരോധാഭാസമാണെന്ന് തോന്നും. പക്ഷെ ഇത് വിരോധാഭാസമല്ല, ഇത് സത്യമാണ്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളത്തിൽ LDF സർക്കാരിനെതിരെ UDF-ന് കൃത്യമായ ഒരു സമരവും ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അതിന് പകരമായിട്ട് ഇപ്പോൾ ഇതിന് ന്യായമായിട്ടുള്ളൊരു ആവശ്യമാണ്. ഈ ആവശ്യത്തെ പിടിച്ചുകൊണ്ട് കേരള സംസ്ഥാനത്താകമാനം വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാം എന്നാണ് UDF ധരിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് UDF കൂട്ടുപിടിച്ചിരിക്കുന്നത് ആരെയാണെന്ന് വെച്ചാൽ AAP പോലുള്ള സംഘടനകളുണ്ട്. അപ്പോൾ നമുക്ക് യുണൈറ്റഡ് നഴ്സിംഗ് അസോസിയേഷനോടും അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ നഴ്സുമാരോടും അഭ്യർത്ഥിക്കാനുള്ളത്, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ഈ നഴ്സുമാരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മുഴുവൻ പൊതുജനങ്ങളെ നഴ്സുമാർക്കൊപ്പം തന്നെ ആയിരിക്കും നിൽക്കുക. അതിനകത്ത് ഒരു സംശയവും വേണ്ട. അതിപ്പോ പള്ളി നടത്തുന്നതാണെങ്കിലും അമ്പലം നടത്തുന്നതാണെങ്കിലും ആര് നടത്തുന്നതാണെങ്കിലും അതൊരു സേവനമാണല്ലോ. തീർച്ചയായിട്ടും. കാരണം ഇവരുടെ ഒരു അവസ്ഥ ഭയങ്കര, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കാരണം ചില രോഗികൾ ചെല്ലുന്നത്, അവരെ ട്രീറ്റ് ചെയ്യുന്നത്, അവരുടെ മലവും മൂത്രവും വരെ ക്ലീൻ ചെയ്യേണ്ടി വരുന്ന ആ ഒരു സേവനത്തെ നമ്മളൊന്ന് കാണാതെ പോകരുത്. വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടേണ്ട ഒരു സേവനം തന്നെയാണ്, അതിനകത്ത് ഒരു സംശയവുമില്ല. പക്ഷേ ഈ ഒരു ന്യായമായ ആവശ്യം അവസാന നിമിഷം കൊണ്ടുവരികയും അതിനകത്ത് ചില തൽപര കക്ഷികളുടെ, ഞാൻ പറയുന്നു ചില തൽപര കക്ഷികളുടെ, ചില കൃസംഖ്യകളായിട്ടുള്ള ചില ആളുകളുടെ പിന്തുണയുണ്ട്, AAP-യുടെ പിന്തുണയുണ്ട്. പിന്നെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ഇതിന്റെ പിന്നിലുണ്ട്. ഈ മൂവരും ചേർന്നുള്ള ഗൂഢാലോചനയെ UN തിരിച്ചറിയണം, ജാസ്മിൻ ഷായും തിരിച്ചറിയണം. തെരഞ്ഞെടുപ്പാണോ അപ്പോൾ ഇവരുടെ ലക്ഷ്യം? ഇത് തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യം. ഇത് തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് അല്ല, ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സമരം ചെയ്താലല്ലേ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് പല പല കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അതായത് സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ 40,000 രൂപ നിങ്ങൾക്ക് ഞങ്ങൾ ശമ്പളം അനുവദിച്ചിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. സർക്കാരിന് അതിനുവേണ്ടി ഒരു കമ്മീഷൻ ഒരുപക്ഷെ വെക്കേണ്ടി വന്നേക്കാം.
കാരണം ആ കമ്മീഷൻ കൃത്യമായിട്ട് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് അവരുടെ പ്രവർത്തന രീതികൾ എന്താണ്, അവരുടെ ലാഭം എത്രയാണ്, എത്ര വരെ സാലറി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രസ്ഥാനം നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടി വരത്തില്ലേ? അതിൻ്റെതായ ഒരു സമയമെടുക്കും. പല സ്വകാര്യ ആശുപത്രികളും നഴ്സുമാരെ ജോലിക്ക് വെക്കുമ്പോൾ തന്നെ അവരുടെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് വാങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. ഇവരെ സംബന്ധിച്ച് അതുപോലും തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ. ലോൺ പഠിച്ച കാലത്ത് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്തൊരു ഒരു പ്രതിവിധി എന്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നഴ്സുമാരെ സംബന്ധിച്ചിട്ട് ആരുടെയെങ്കിലും ഒക്കെ UNA സംബന്ധിച്ചും ജാസ്മിൻ ഷായെ സംബന്ധിച്ചിട്ടും തിരിച്ചറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ മുഴുവൻ ആളുകളും നിങ്ങൾക്കൊപ്പമുണ്ട്. പക്ഷെ നിങ്ങൾ ആരുടെയെങ്കിലും ഒക്കെ കയ്യിലെ രാഷ്ട്രീയ ആയുധമായിട്ട് മാറരുത്. സർക്കാരുമായി നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകണം. ഇതിനൊരു പോംവഴി കണ്ടെത്തണ്ടേ? കാരണം ഇപ്പൊ സർക്കാർ പറഞ്ഞു എന്ന് കരുതിക്കോ, ഹോസ്പിറ്റലിൽ കൊടുക്കണമെന്നുണ്ടോ? ഒരിക്കലില്ല. ഹോസ്പിറ്റലിൽ കൊടുക്കണമെന്നുണ്ടോ? ഇപ്പൊ സുപ്രീം കോടതിയിലേക്ക് ഓർഡർ കിടക്കുന്നുണ്ട്, ശമ്പള പരിഷ്കരണം നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുണ്ട്. പക്ഷെ ഇത് ഹോസ്പിറ്റൽ നടപ്പിലാക്കിയാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഹോസ്പിറ്റലിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ഈ കേരളത്തിലെ മുഴുവൻ സർക്കാർ ആരോഗ്യ മേഖലയെ തകർക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിലുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്ന ആരാണ്? അത് UDF അല്ലേ? അപ്പൊ അങ്ങനെ UDF ഏറ്റെടുത്തിരിക്കുന്ന ആ കൊട്ടേഷൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണിത്. കാരണം ഇരയ്ക്കൊപ്പവും എന്നാൽ വേട്ടക്കാരനോടൊപ്പവും എന്ന് പറയുന്ന ഒരു രീതിയാണ്. ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണിത്. പക്ഷേ ഇവരുടെ സമര ന്യായമാണ്. ഇതിപ്പോ UDF-നെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞത്, ചില സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ചിട്ട് അവരുടെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഷ്ട്രീയ മുതലെടുപ്പ്. അത് പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള കലിപ്പാണ്. ഇതിപ്പോ ഒരുപക്ഷെ നമ്മളുടെ ഈ വീഡിയോ 2 മണിയോട് കൂടിയിട്ടായിരിക്കും അപ്പാവുക. അപ്പൊ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ സമരത്തിൽ വന്ന് പ്രസംഗിക്കുന്ന ആളുകളെ എടുത്ത് പരിശോധിച്ചോളൂ. ഞാൻ ഈ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവും. അതായത് AAPയുടെ വിനോദ് മാത്യു ഉണ്ടാവും, പിന്നെ ഒരു പ്രമുഖ ഓൺലൈൻ മീഡിയയുടെ തലവനുണ്ടാവും. ഇവരൊക്കെ രംഗത്ത് വരും. നോക്കിയോ, ഇതൊക്കെ എന്ന് വെച്ചാൽ സർക്കാരിനെതിരുള്ളൊരു ഗൂഢാലോചനയാണ്. ആർക്ക്? നഴ്സുമാർക്കല്ല, UNA-ക്കും അല്ല. അവരുപയോഗിക്കുന്നു, ഇവരെ ഉപയോഗിക്കുന്നു. ഇവരുടെ ആവശ്യം ന്യായമാണ്. ഇവര് സർക്കാരുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാവണം. അതിനുശേഷം പിന്നീട് എങ്ങനെ ഈ പറഞ്ഞ വമ്പൻ ഹോസ്പിറ്റൽ മാഫിയ, ഈ മാഫിയ എങ്ങനെ നഴ്സുമാരുടെ ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനം നടത്തേണ്ടതുണ്ട്. ഇതിനകത്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ട. സർക്കാർ അനുവദിച്ചു കഴിഞ്ഞാൽ ഇവർ കോടതിയിൽ പോയാൽ എന്ത് ചെയ്യും? കാരണം അതുകൊണ്ട് നഴ്സുമാർ പ്രാക്ടിക്കലി കുറച്ച് പക്വതയോടുകൂടി തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ആവശ്യം ന്യായമാണ്, അതിനോടൊപ്പം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഉണ്ടാവും. പക്ഷേ ചില വ്യക്തികൾ നിങ്ങളെ രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ജാഗരൂകരായിരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നഴ്സുമാരുടെ UNA-യുടെ സമരത്തിനും ജാസ്മിൻ ഷായ്ക്കും അത്രമാത്രമേ പറയുന്നുള്ളൂ. നഴ്സുമാർക്കും ജാസ്മിൻ ഷായ്ക്കും എല്ലാവിധ പിന്തുണയും ഉണ്ടാവും കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹങ്ങളുടെയും എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.